ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില ശൈലികളിലേക്കും പ്രയോഗങ്ങളിലേക്കും. എ ബേക്കേഴ്സ് ഡസൻ, ദാറ്റ് മീൻസ് 13. ഇതിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്. മിഡീവൽ ഇംഗ്ലണ്ടിൽ ഒരു റൊട്ടി വിൽപ്പനക്കാരൻ ഒരു നിശ്ചിത വെയിറ്റിൽ കുറഞ്ഞാണ് ഒരു ഡസൻ റൊട്ടി നൽകുന്നതെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ഇതിൽ നിന്നും ഒഴിവാക്കാനായി ഒരു മുൻകരുതൽ എന്നോണം ഒരു റൊട്ടി അധികമായി നൽകി വന്നിരുന്നു. ദാറ്റ് മീൻസ് എ ഡസൻ പ്ലസ് 1. എ ഡസൻ ഈസ് 12 പ്ലസ് 1, ദാറ്റ് ഈസ് 13. നെക്സ്റ്റ്, ടേൺ എ ഡഫ് ഇയർ. ഹു ഈസ് എ ഡഫ് പേഴ്സൺ? കേൾക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് ഒരു ഡഫ് പേഴ്സൺ. ടേൺ എ ഡഫ് ഇയർ മീൻസ് ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ചെവിക്കൊള്ളാതിരിക്കുക. ടു ഇഗ്നോർ വാട്ട് വൺ ഈസ് സേയിങ്. തേർഡ് വൺ, കിക്ക് ദ ബക്കറ്റ്. തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണിത്. ഇതിൻ്റെ അർത്ഥം ടു ഡൈ, അതായത് മരിക്കുക. The old woman kicked the bucket at the age of 99. ഈ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ സ്ത്രീ ഒരു ബക്കറ്റ് തട്ടിത്തെറിപ്പിച്ചു എന്ന് കരുതരുത്. This sentence means she passed away. Fourth one, in high spirits means cheerful or very happy. Example, the team returned in high spirits. ഫിഫ്ത്ത് വൺ, ചിക്കൻ ഹാർട്ടഡ്. നിങ്ങൾ ഒരു പോൾട്രി ഫാമിൽ നിന്നും ഒരു കോഴിയെ വാങ്ങാൻ പോകുന്നതായി കരുതുക. അവിടുത്തെ ജീവനക്കാരൻ ഒരു കോഴിയെ പിടിക്കാനായി കൈകൾ കൂട്ടിലേക്കിടുന്നു. എന്തു സംഭവിക്കും? കോഴികൾ ഭയന്ന് രക്ഷപ്പെടാൻ നോക്കും. ഇത് തന്നെയാണ് ഈ ശൈലിയുടെ അർത്ഥം. ധൈര്യമില്ലാത്തത്, നോട്ട് ബ്രേവ് ഓർ കവാർഡ്ലി. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ശൈലിയാണ് ടു ഷോ വൈറ്റ് ഫെദർ. ദാറ്റ് മീൻസ് ടു ഷോ ഫിയർ. സെവൻത് വൺ, അറ്റ് സിക്സസ് ആൻഡ് സെവൻസ്. ദാറ്റ് മീൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ കൺഫ്യൂഷൻ ഓർ ഇൻ അറ്റർ ഡിസോർഡർ. അതായത് അലങ്കോലമായി അല്ലെങ്കിൽ കുഴങ്ങിയ അവസ്ഥയിലാവുക. ഫോർ എക്സാമ്പിൾ, everything was at sixes and sevens when I entered the room. Eighth one, once in a blue moon. എന്താണ് ബ്ലൂ മൂൺ? ബ്ലൂ മൂണിനെ കുറിച്ച് ഇന്ന് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നു. അതിലൊന്ന്, ഒരു മാസത്തിലെ 2ാം പൂർണ്ണചന്ദ്രനാണ് ഇത് എന്നാണ്. ഇത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് ഈ ശൈലിയുടെ അർത്ഥം വളരെ അപൂർവമായി മാത്രം നടക്കും. നെക്സ്റ്റ് വൺ, ബേൺ വൺസ് ഫിംഗർ. ദാറ്റ് മീൻസ് ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ. നിങ്ങൾ ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്നു എന്ന് കരുതുക. അവിചാരിതമായി നിങ്ങളുടെ കൈവിരൽ പൊള്ളുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണിക്കാനാണ് ഈ ശൈലി നാം ഉപയോഗിക്കുന്നത്. 10th one, wet blanket means a useless person. ബ്ലാങ്കറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരീരത്തിന് ചൂട് ലഭിക്കുന്നതിന് അല്ലേ? അപ്പോൾ നനഞ്ഞ ബ്ലാങ്കറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഉപയോഗവുമില്ലാത്ത ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഇംഗ്ലീഷിൽ ഈ ശൈലി നാം ഉപയോഗിക്കുന്നത്. താങ്ക് യു.